ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ശരീരം വണ്ണം വയ്ക്കാനും അതുപോലെ തന്നെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ഡ്രിങ്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. വണ്ണം വയ്ക്കാനാണെങ്കിൽ എങ്ങനെ കഴിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വട്ടത്തിൽ ഇതേപോലെ അങ്ങ് അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ക്ഷീണം മാറാനും അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഒക്കെ ഏത്തപ്പഴം സഹായിക്കും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 5 ബദാമാണ്. ഇത് വെള്ളത്തിൽ തലേദിവസം തന്നെ കുതിർത്ത് വെച്ച് അതിൻ്റെ തൊലി പൊളിച്ചെടുത്തിരിക്കുന്നതാണ്. നമ്മൾ ബദാം കഴിക്കുന്നത് വെയിറ്റ് ലോസിന് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെയിറ്റ് ഗെയിനിന് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിലെ പോഷകക്കുറവുകളൊക്കെ പരിഹരിക്കാനായിട്ട് വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കഴിക്കാവുന്നതാണ്. ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ബദാം കഴിക്കുക എന്നുള്ളത്. അടുത്തായിട്ട് നമ്മൾ കുറച്ച് മാതള നാരങ്ങയുടെ അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അമിതമായിട്ട് ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ടും ഈ ഒരു പോംഗ്രാനൈറ്റ് നമ്മൾ ചേർക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഉണക്കമുന്തിരിയില്ലേ, അത് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് അതൊരു 4-5 എണ്ണം ചേർത്താലും മതി. അത് വിശപ്പില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ടും വിശപ്പൊക്കെ നന്നായിട്ട് ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ഉണക്കമുന്തിരി കറുത്തത് വെള്ളത്തിൽ കുതിർത്ത് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് പാലാണ്. അത് നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിരിക്കുന്ന പാലാണ് കേട്ടോ. നമ്മളിവിടെ മധുരത്തിനായിട്ട് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും ആരോഗ്യത്തിന് പഞ്ചസാര നമ്മൾ അധികമായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പഞ്ചസാര ഇവിടെ ചേർക്കുന്നില്ല. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ അത് ഉപയോഗിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്തായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം നമ്മൾ കുറച്ച് ഒന്ന് കുതിർക്കാനായിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഈന്തപ്പഴം കഴിക്കുന്നത് നമ്മുടെ ദഹനത്തിന് വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വിശപ്പുണ്ടാകാനായിട്ടും അതുപോലെ തന്നെ വെയിറ്റ് കൂടാനായിട്ടും ഡെയിലി നമ്മൾ ഈന്തപ്പഴം ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മുടെ ബദാം തൊലി കളഞ്ഞത് അതേപോലെ തന്നെ പോംഗ്രാനൈറ്റ് ചേർത്ത് കൊടുക്കാം. അതിന് പകരമായിട്ട് ഉണക്കമുന്തിരി ചേർക്കാം. പിന്നെ നമ്മുടെ ഡേറ്റ്സ് ചേർക്കാവുന്നതാണ്. കുരു കളഞ്ഞിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ ഡേറ്റ്സ് നമ്മൾ കുതിരാനിട്ടിരുന്ന വെള്ളം കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഏത്തപ്പഴം പുഴുങ്ങി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ കുറച്ച് പാൽ ചേർത്തിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ്. പഞ്ചസാര വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ചേർക്കാം. പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡേറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് ഈ ഒരു ഡ്രിങ്കിന്. അപ്പോൾ ബാക്കി പാൽ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡിയാകും. വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് ഡെയിലി ഈ ഒരു ഗ്ലാസ് പാൽ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുക. വണ്ണം വയ്ക്കണമെന്നില്ല. ആരോഗ്യത്തിനും അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപകാരപ്രദമാകട്ടെ. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.